രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുകിയിടണമേ. 121 സങ്കീർത്തനമാണ് ഇന്ന് പകലിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. 120 സങ്കീർത്തനം തുടങ്ങി 134 സങ്കീർത്തനം വരെ 15 സങ്കീർത്തനങ്ങൾ ആരോഹണ ഗീതങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നു. സങ്കീർത്തനങ്ങളെ വ്യത്യസ്ത നിലകളിൽ നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് പറ്റും. യെരുശലേമിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവർ ഭവനത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന സന്ദർഭം മുതൽ ആലയത്തിൽ എത്തിച്ചേരും വരെ പോകുന്ന വഴികളിൽ പാടിക്കൊണ്ട് പോകുന്ന അനുഗ്രഹീത കീർത്തനമെന്നും, അപ്പോൾ തന്നെ യെരുശലേം ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ അവരവിടെ വെച്ച് പാടുന്ന കീർത്തനങ്ങൾ എന്നും ഒക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വേദശാസ്ത്രികളുടെ ചിന്തകളിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും അനുഗ്രഹീതമായ സങ്കീർത്തനമാണ് 120 മുതൽ 134 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ. ഈ 15 സങ്കീർത്തനങ്ങൾക്ക് ഒരു താക്കോൽ വാക്കുണ്ട്, സമാധാനം എന്നുള്ളതാണ് അതിനകത്തെ താക്കോൽ വാക്ക്. 7ഓളം ഇടങ്ങളിൽ സമാധാനം എന്നുള്ള പദം ഈ ആരോഹണ ഗീതങ്ങളിൽ 15 സങ്കീർത്തനങ്ങളിൽ 7ഓളം ഭാഗങ്ങളിൽ സമാധാനം എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. അതെല്ലാം കൂടി ഇവിടെ പറയുവാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളത് വായിച്ചാൽ മതിയാകും. 120-ൻ്റെ 6-7, 122, 6-7-8, 125, 5, 128, 6 ഇവിടെയെല്ലാം സമാധാനം എന്നുള്ള പദം ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനങ്ങളുടെ താക്കോൽ വാക്ക് എന്നുള്ളത് സമാധാനം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവർ പാടുന്ന കീർത്തനങ്ങളായിട്ടാണ് ഈ 15 സങ്കീർത്തനങ്ങളെ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനകത്തും ഒരു അനുഗ്രഹീത ആലോചനയുണ്ട്. ആത്മാർത്ഥതയോടുകൂടി ഇഹത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് കൃത്യമായിട്ട് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തോട് അഭേദ്യമായ ബന്ധം നിലനിർത്തുകയും പരപ്രേരണ കൂടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ലഭ്യമാകുന്ന സമയങ്ങളൊക്കെ ദൈവത്തെ മനസ്സ് തുറന്ന് ആരാധിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഇഹത്തിൽ ദൈവീക സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ വല്ലാതെ പ്രതിസന്ധികൾ പെരുകി വരുമ്പോൾ സമാധാനം ഒരല്പമെങ്കിലും അനുഭവിക്കുന്നവർ കർത്താവിനെ ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അസമാധാനത്തിൻ്റെ ലാഞ്ചനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ കയറി ഇറങ്ങുന്നുവെങ്കിലും അതിനെ വേഗത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച നമ്മുടെ കർത്താവിന് കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഒരിക്കൽ കൂടി മഹത്വം കൊടുത്താട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ദിവ്യമായ സമാധാനം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് മനോനില തെറ്റിപ്പോകാത്തത്. വിശ്വാസ ജീവിതത്തിൽ തളരാനുള്ള ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ പാതകളിൽ ശത്രുവായവൻ ഉരുട്ടിക്കയറ്റുമ്പോൾ നമ്മുടെ അകത്തു തരുന്ന സമാധാനം കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ ദൈവം തന്ന ശേഷിക്കായി നാം ഇന്ന് പകലിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. 57 യെശയ്യാ പ്രവചനം 57-21 പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അപ്പോ ദൈവകൃപ അകത്തു സൂക്ഷിക്കുന്ന പരമാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവർക്ക് സമാധാനമുണ്ട്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് 57 യെശയ്യാ 57-21 നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒട്ടുവളേറെ കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പഠനാർഹമായും നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്നതായിട്ടുമുണ്ട്. എങ്കിലും
ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗേന നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് നൽകി ഞാൻ ദീർഘമാക്കാതെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ സങ്കീർത്തനം 8 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിലെ ഈ 2 വാക്യങ്ങളുടെ അകത്ത് ദൈവം നമുക്കാരാണെന്നുള്ളത് കൃത്യമായിട്ട് സങ്കീർത്തനക്കാരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 8 വാക്യങ്ങൾ അടങ്ങിയ 121 സങ്കീർത്തനത്തിന്റെ ഈ 2 വാക്യങ്ങളിൽ നമ്മുടെ ദൈവം നമുക്കാരാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഗത്തിൽ അതൊന്ന് വായിക്കാം, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും ഒന്ന് വായിക്കുന്നത് നമുക്ക് സന്തോഷമാണ്. തിരുവചനം 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹീസ് അവർ ഹെൽപ്പർ. ദൈവം നമ്മുടെ സഹായകനാണ്. ആദ്യ 2 വാക്യങ്ങൾ നമുക്ക് തരുന്ന ഒന്നാമത്തെ ദൂത്, നമ്മുടെ ദൈവം കേവലം ഒരു ദൈവമല്ല, നമ്മുടെ ദൈവം സഹായകനായ ദൈവമാണ്. ഇനി 2, 3, 4 വാക്യങ്ങളൊന്ന് വായിക്കാം. 3, 4 വാക്യങ്ങൾ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഹീ ഈസ് അവർ കീപ്പർ. അവൻ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. സന്തോഷത്തോടെ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ ദൈവം നമ്മുടെ ഹെൽപ്പറാണ്, ദൈവം നമ്മുടെ കീപ്പറാണ്. ഇനി അടുത്ത 5-6 വാക്യങ്ങൾ. 5-6 വാക്യങ്ങൾ. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഹീസ് അവർ ഷെൽട്ടർ. അവൻ നമുക്ക് തണലാണ്. അവൻ നമുക്ക് സംരക്ഷകനായിരിക്കുന്നു. സഹായകനായിരിക്കുമ്പോൾ തന്നെ ആ കർത്താവിന്റെ കീഴിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട്. അവൻ നമ്മുടെ ഷെൽട്ടറാണ്. ഇനി 7-8 വാക്യങ്ങൾ. 7-8 വാക്യങ്ങൾ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. He is our preserver. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. കേടുകൂടാതെ ഇഹത്തിൽ നമ്മെ കാക്കാൻ പറ്റുന്ന പരിപാലകനാണ് നമ്മുടെ ദൈവം. അപ്പോ ഈ സങ്കീർത്തനത്തിലെ ഈ 2 വാക്യത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ ദൈവം നമുക്കാരാണ്? 1, അവൻ ഹെൽപ്പറാണ്. 2, അവൻ കീപ്പറാണ്. 3, അവൻ ഷെൽട്ടറാണ്. 4, അവൻ പ്രിസർവറാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഇതെല്ലാം വിശദീകരിക്കുവാൻ നമുക്ക് ധാരാളം സമയം ആവശ്യമാണ്. അതുകൊണ്ട് ഞാനതിലെ 1ാമത്തെ ഭാഗം ഇന്ന് പ്രസ്താവിക്കാം. അടുത്ത ദിനങ്ങളിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ ഭാഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. 1ാമത്തെ പ്രധാനപ്പെട്ട ഭാഗം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പം ഒട്ടുവളേറെ പ്രതിസന്ധികൾ നമുക്കുണ്ടെങ്കിലും നമുക്കൊരു സഹായകനുണ്ടെന്ന ഉറപ്പ് ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി ആഴത്തിൽ ഉറപ്പിക്കാൻ പര്യാപ്തമാണ്. ആരും നമ്മെ സഹായിക്കാനില്ലെങ്കിലും ഇവിടെ കടന്നു വന്ന നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ഒരു സഹായകനുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അത് അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരും ആ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അത് തിരിച്ചറിയാനും അത് അനുഭവിക്കുവാനും ദൈവം ഇഹത്തിൽ നമുക്ക് തന്ന ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സഹായകനാണ്. ഒട്ടുവളരെ വാക്യങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിലും 3-4 വാക്യങ്ങൾ, പരിചിതമായിട്ടുള്ള വാക്യങ്ങൾ ഇതോട് ചേർത്തൊന്ന് വെച്ച് ഞാൻ തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ദൈവത്തിൻ്റെ സഹായം നമുക്ക് എവിടെയെല്ലാം എന്തിനെല്ലാം ലഭിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം 22-ാം വാക്യം. അഗ്രിപ്പാ രാജാവിൻ്റെ മുൻപിൽ പൗലോസ് ബന്ധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ
അഗ്രിപ്പ രാജാവിനോട് പറയുന്ന അനവധി കാര്യങ്ങൾ അവിടെയുണ്ട്. നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യയിലും എല്ലാം എന്ത് ചെയ്തു? യേശു കർത്താവിനെ കുറിച്ച് ശക്തമായിട്ടുള്ള സാക്ഷ്യം പ്രസ്താവിച്ചു. എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നും മാനസാന്തരത്തിൻ്റെ ഫലം അവരുടെ പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടുത്തണമെന്നൊക്കെ പ്രസ്താവിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? യഹൂദന്മാർ അവന് ദോഷം വരുത്തുവാൻ വേണ്ടി തുനിഞ്ഞു. ആ സന്ദർഭത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് 22-ാമത്തെ വാക്യം. ഇനി നിങ്ങളത് വായിച്ചു കേട്ടോ. 22-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. അപ്പൊ പൗലോസിന്റെ നിലനിൽപ്പിന് ഹേതു എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അവന് സഹായകനായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടം വരെ നിലനിന്നത്, ഇവിടം വരെ നമ്മൾ വന്നത് നമ്മുടെ പണത്തിന്റെ ബലം കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ ബലം കൊണ്ടല്ല, നല്ല ജോലി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, നല്ല തലമുറകൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. അതൊക്കെ ഒരു പരിധി വരെ നല്ലതാണെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ഹേതു നമ്മുടെ പണമല്ല, നിലനിൽപ്പിന് ഹേതു നമ്മുടെ ആരോഗ്യമല്ല, നിലനിൽപ്പിന് ഹേതു നമ്മുടെ പിടിപാടല്ല. തകർത്ത് കളയുവാൻ, തച്ചുടയ്ക്കുവാൻ, നമ്മുടെ വീട്ടിലും നീലപ്പടുത വലിച്ചു കെട്ടുവാൻ, സമയത്തിന് മുൻപേ കാലയവനികയ്ക്ക് അപ്പുറത്തു നമ്മയും പറഞ്ഞു വിടാൻ, എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതപ്പടകിൽ ശത്രു തള്ളിക്കയറ്റിയപ്പോഴും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ അവസാനിക്കാഞ്ഞതുകൊണ്ട് അതിൻ്റെ ഇടയിൽ സഹായകനായി നമ്മുടെ കർത്താവ് വന്നു കയറിയതാണ് ഇന്ന് വരെ നാം നിലനിൽക്കുന്നതിന്റെ ഹേതു എന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ മൗനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അപ്പൊ പ്രാണഹാനി വരുത്തുവാൻ ആടുകൾ ഇല്ലാഞ്ഞത് കൊണ്ടല്ല ഞാൻ ഇവിടം വരെ ദോഷം കൂടാതെ എത്തിയത്. പ്രാണനെ കവർന്നു കളയുവാൻ ഒത്തിരി പേര് കൂട്ടുകെട്ടുണ്ടാക്കിയത് നമുക്കറിയാം. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ താളുകൾ പിറകിലോട്ട് മറിച്ചാൽ എത്രയെത്ര കൂട്ടുകെട്ടുകൾ പൗലോസിനെതിരെ ഉണ്ടായി. പക്ഷേ ആടിന്റെ ഒക്കെ നടുവിൽ അവനെ നിലനിർത്താൻ ദൈവത്തിന്റെ സഹായം ലഭിച്ചതുകൊണ്ട് പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്ന് പറയുന്നു, ഞാൻ ഇന്നുവരെ നിലനിൽക്കുന്നതും ചെറിയവരോടും വലിയവരോടും ഇന്നും സാക്ഷ്യം പറയാൻ എനിക്ക് സഹായമായത് എന്റെ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. കഴിച്ച മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഗുണകരമായി ഫലിച്ചത് ദൈവത്തിന്റെ സഹായമുള്ളത് കൊണ്ടാണ്. സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിട്ടും നമ്മുടെ പ്രാണന് ഹാനി വരാഞ്ഞത് ദൈവത്തിന്റെ സഹായം ഉണ്ടായത് കൊണ്ടാണ്. പഠിച്ച പല കാര്യങ്ങളും പരീക്ഷാ ഹാളിൽ മറന്നുപോയിട്ടും അത് ജയത്തെ ബാധിക്കാതിരുന്നത് ദൈവത്തിന്റെ സഹായമുള്ളത് കൊണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, ഞാൻ ഇന്ന് വരെ നിലനിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ സഹായം കൊണ്ടാണ്. അപ്പൊ ദൈവം നമ്മെ സഹായിക്കുന്നു. എന്തിന്? ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിലനിൽക്കാൻ സഹായിക്കുന്നവനാ നമ്മുടെ ദൈവം. 2-ാമത്തെ വാക്യം 118-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. 118-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഒന്ന്, നിലനിർത്തുന്ന സഹായം. 2, വീഴാതിരിപ്പാൻ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിച്ചു. വീഴാൻ തക്കവണ്ണം തള്ളിയെങ്കിലും ദൈവം എന്ത് ചെയ്തു? സഹായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപസ്മാര രോഗത്തിൽ ബാധിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ പിതാവ് യേശുവിൻ്റെ അടുക്കൽ, ആദ്യം ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവർക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല. ഒടുവിൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ആ അപ്പൻ പറയുന്നുണ്ട്, പലപ്പോഴും ഇവനെ എന്ത് ചെയ്യുന്നുണ്ട്? തീയിലും വെള്ളത്തിലും തള്ളിയിടുവാനായിട്ട്. കണ്ടോ, അവനോട് ഒരു പോരാട്ടമുണ്ട്, ചെറുപ്പം മുതലേ ഒരു പോരാട്ടമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആത്യന്തികമായി ദോഷം വരാഞ്ഞതിൻ്റെ പിറകിലത്തെ കാര്യമെന്താണ് തിരിച്ചറിയണം. അപ്പൊ തള്ളുന്നതിൻ്റെ നടുവിലും
നമ്മെ വീഴാതിരിക്കാൻ താങ്ങുന്ന ദൈവത്തിന്റെ സഹായം. വിശദീകരിക്കുന്നില്ല. 62-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യനെ അവന്റെ പദവിയിൽ നിന്ന് തള്ളിക്കളയാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കും. അവിടെയും ശ്രദ്ധിച്ചേ, നമുക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കുന്നുണ്ട്. അപ്പൊ തള്ളാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ വീഴാതിരുന്നതിന്റെ കാരണം എന്താണ്? സഹായിക്കാൻ ഒരു ദൈവമുള്ളത് കൊണ്ടാണ്. എപ്പോഴും തിരിച്ചറിയണം, തള്ളുന്നവരെക്കാൾ ശക്തനാണ് താങ്ങാനുള്ള നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. യോസേപ്പിനെ പൊട്ടക്കുഴിയിലോട്ട് തള്ളിയിട്ടില്ലേ സഹോദരന്മാരെല്ലാം കൂടി? പക്ഷേ സഹോദരന്മാരെക്കാൾ ശക്തനായി അവനെ താങ്ങാൻ ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് പകലിലും വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവം, ഇന്ന് വരെ നമ്മളെ നിലനിൽക്കുവാൻ നമ്മെ സഹായിച്ച ഒരു ദൈവം. പരിചിതമായിട്ടുള്ള 2 വാക്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 18-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം പലയാവർത്തി നാം വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വായിക്കണമെന്നില്ല. ആഹാബുമായിട്ട് യഹോശാഫാത്ത് സംബന്ധം കൂടി യുദ്ധത്തിന് വേണ്ടി പോയി, അശൂർ രാജാവിനോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയി. നമുക്കറിയാം, ആ യുദ്ധം പടമുറുകി വരുമ്പോൾ ആഹാബ് നിൽക്കേണ്ട ഇടത്ത് രഥത്തിൽ കയറ്റി യഹോശാഫാത്തിനെ നിർത്തി ചതിവിൽപ്പെടുത്തി അവനെ അപായപ്പെടുത്തി കളയാനുള്ള തന്ത്രം മനസ്സിലാകാതെ യഹോശാഫാത്ത് ആ രഥത്തിൽ നിൽക്കുമ്പോൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എതിരാളികളുടെ വില്ലിൽ നിന്ന് ചറപറ അമ്പ് യഹോശാഫാത്തിന്റെ നേരെ അവനെ ലക്ഷ്യം വെച്ച് പായാൻ സാധ്യതയുള്ളത് തിരിച്ചറിഞ്ഞ യഹോശാഫാത്ത് അവനൊരു കാര്യം പിടികിട്ടി, ഇന്ന് എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ആ രഥത്തിൽ താൻ തനിയാണ്, ബാക്കിയുള്ളവരെല്ലാം വളരെ ശക്തമായിട്ടുള്ള യുദ്ധം അവിടെ നിവർത്തിക്കപ്പെടുമ്പോൾ ശത്രുചേരിയിലുള്ളവരുടെ ലക്ഷ്യം ഇസ്രായേൽ രാജാവാണ്. അവർക്കറിയത്തില്ല ഇത് ഇസ്രായേൽ രാജാവല്ല, ഇത് യഹൂദ രാജാവാണ് നിൽക്കുന്നതെന്ന ചിത്രമറിയാതെ രാജാവിനെ തകർത്ത് കളയുവാൻ വേണ്ടി വില്ലാളികളെല്ലാം വില്ല് കുതയ്ക്കുമ്പോൾ അവനൊരു കാര്യം പിടികിട്ടി, ഇന്ന് ഞാൻ വീട്ടിൽ പോക്കൊണ്ടാകത്തില്ല. തികച്ചും നിസ്സഹായനായിരുന്ന യഹോശാഫാത്ത് അവിടെ നിന്ന് യഹോവയോട് നിലവിളിച്ചു. അവിടെ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, യഹോവ അവനെ സഹായിച്ചു. പടക്കളത്തിൽ തീർന്നു പോകേണ്ട യഹോശാഫാത്ത്, അവന്റെ ജീവൻ കവർന്നു കളയേണ്ട അമ്പുകൾ അവന്റെ നേരെ പാഞ്ഞു വരുന്നത് കാണുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച ആ ഭക്തന് പടക്കളത്തിൽ ദൈവത്തിന്റെ സഹായം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ സമരമുഖങ്ങളിൽ ആരും നമ്മെ സഹായിക്കാൻ അടുത്തില്ലാത്ത സന്ദർഭം, ആരും നമുക്ക് കൈതരാൻ അടുത്തില്ലാത്ത സന്ദർഭം, ഒന്നും നിലവിളിക്കാൻ നാം മനസ്സ് വെച്ചാൽ, ഏത് പ്രതിസന്ധിയുടെ വല്ലാത്ത സമ്മർദ്ദത്തിന്റെ അകത്താണ് നാം അകപ്പെട്ടു നിൽക്കുന്നതെങ്കിലും അവിടെ ഇറങ്ങി വന്ന് സഹായിക്കാൻ കരുത്തുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. 94-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം യഹോശാഫാത്തിന്റെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യമായി പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുക. 94-ാം സങ്കീർത്തനം രചിച്ചത് യഹോശാഫാത്ത് അല്ല, എങ്കിലും അവന്റെ ലൈഫിനോട് ഇതൊത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗത്തിൽ മൗനവാസം ചെയ്യുമായിരുന്നു. പടക്കളത്തിൽ ആരും അറിയാതെ അസ്തമിച്ചു പോകേണ്ട ആ മനുഷ്യനെ ദൈവം സഹായിച്ചതുകൊണ്ട് അവൻ മൗനവാസത്തിലോട്ട് കൂപ്പുകുത്താതിരുന്നത്. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ വാസത്തെ 4ആയി തിരിക്കാം. 1 രഹസ്യവാസം, 2 പരസ്യവാസം, 3 മൗനവാസം, 4 നിത്യവാസം. ഏതാ രഹസ്യവാസം? അമ്മയുടെ ഉദരത്തിൽ നാം ഒക്കെ കിടന്ന ഒരു ഘട്ടമുണ്ട്. നമുക്ക് പുറത്തുള്ളവരെ കാണാൻ പറ്റത്തില്ല, പുറത്തുള്ളവർക്ക് നമ്മയും കാണാൻ പറ്റാത്ത ഒരു 9 മാസം ചില്ലുവാനും അമ്മയുടെ ഉദരത്തിൽ നാമെല്ലാം കിടന്ന ഒരു സമയം, അതിന്റെ പേരാണ് രഹസ്യവാസം. അത് കഴിഞ്ഞ് പുറത്തു വന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരസ്യവാസത്തിലാണ്. ഓരോരുത്തരുടെയും പരസ്യവാസത്തിന് ഓരോ ഘട്ടങ്ങളാ. 100 വരെ ജീവിക്കുന്നവരുണ്ട്, 50 വരെ ജീവിക്കുന്നവരുണ്ട്, 80 വരെ ജീവിക്കുന്നവരുണ്ട്. പ്രായം ഒത്തിരി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നെങ്കിൽ ജീവിച്ചോ. അത് നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടുതലല്ല, കർത്താവ് നമുക്ക് അനുവദിച്ചു തരുന്ന സമയമാണെന്നോർത്ത് നാം ദൈവത്തിന് നമ്മുടെ പരസ്യവാസത്തിൽ മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. പരസ്യവാസം കഴിഞ്ഞ് മരണം സംഭവിക്കുമ്പോൾ അതിന് ബൈബിൾ കൊടുക്കുന്ന പേരാണ് മൗനവാസം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും
അപ്പം മരണത്തിന് ശേഷമുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡ്, അതിന് കൊടുക്കുന്ന പേരാണ് മൗനവാസം. അത് കഴിഞ്ഞ് നമ്മുടെ കർത്താവ് വരും, ന്യായവിധി നടക്കും, അനന്തരമായിട്ട് പിന്നെ നിത്യമായ ഒരു വാസത്തിലോട്ട് നമ്മൾ ചേക്കേറും. അപ്പം പരസ്യവാസം യുദ്ധക്കളത്തിൽ വെച്ച് അവസാനിച്ച് മൗനവാസത്തിലേക്ക് പ്രവേശിക്കേണ്ട യഹോശാഫാത്തിന് പടക്കളത്തിൽ ദൈവം സഹായമായതുകൊണ്ടാണ് അവൻ്റെ പ്രാണൻ മൗനവാസം ചെയ്യാതിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മൗനവാസത്തിലേക്ക് പോകേണ്ട നമ്മളിൽ പലരെയും നമ്മുടെ കർത്താവിൻ്റെ സഹായം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നതെന്ന തിരിച്ചറിവ് എത്ര പ്രിയപ്പെട്ടവരുടെ അകത്തുണ്ട്. ദൈവം നമ്മുടെ സഹായകനാണെന്ന തിരിച്ചറിവിൽ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. അപ്പം നിൽക്കാൻ സഹായിക്കുന്ന ദൈവം, 2 വീഴാതിരിക്കാൻ സഹായിക്കുന്ന ദൈവം, 3 നമ്മുടെ പ്രതിസന്ധികളുടെ യുദ്ധമുഖത്ത് നമ്മെ സഹായിക്കുന്ന ദൈവം. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളെയും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. അവിടെ പറയുക, ഞങ്ങൾ തുടങ്ങി വെച്ച ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഇട വന്നത് ഞങ്ങളുടെ കാര്യപ്പിടിപ്പ് കൊണ്ടല്ല, ദൈവത്തിന്റെ സഹായം. നമ്മൾ തുടങ്ങുന്ന പദ്ധതികൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ, പണമുള്ളത് കൊണ്ടും ആളുള്ളത് കൊണ്ടും ഒന്നും പണി പൂർത്തീകരിക്കപ്പെടണമെന്നില്ല, പദ്ധതി വിജയിക്കണമെന്നില്ല. പണമില്ലാത്തത് കൊണ്ട് പദ്ധതി പൊളിയണമെന്നുമില്ല, ആളില്ലാത്തത് കൊണ്ട് പദ്ധതി തോൽക്കണമെന്നുമില്ല. ദൈവത്തിന്റെ സഹായമുണ്ടെങ്കിൽ ഇതൊന്നും ബാധകമല്ല. 52 ദിവസം കൊണ്ട് കുറുക്കൻ കേറിയാൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ കണ്ണിന്റെ മുമ്പിൽ തല ഉയർത്തി നടത്താൻ തുടക്കം കുറിച്ച ദൈവം തന്നെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ കൊണ്ട് ദൈവം ആരംഭിച്ച പദ്ധതി എങ്ങുമെത്തത്തില്ലെന്ന് ശത്രു വാദഗതി ഉന്നയിക്കുമ്പോൾ എണ്ണിപ്പറയുന്ന ദിവസങ്ങളുടെ അകത്ത് നിങ്ങളെ കൊണ്ട് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ കഴിയുമെന്ന്. ഹല്ലേലൂയ. പരിഹസിച്ചവർ ഇവിടെ ഭയപ്പെട്ടു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആക്ഷേപിച്ചവരുടെ തല കുനിഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ സഹായം കൊണ്ട് പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ നെഹമ്യാവിന്റെയും കൂട്ടരുടെയും തല ഉയർന്നു. ദൈവത്തിന്റെ സഹായമുണ്ടെങ്കിൽ തുടങ്ങുന്ന പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും. അതെന്താണെങ്കിലും പൂർത്തീകരിക്കപ്പെടാൻ പണം പോരാ, ദൈവസഹായം വേണം. ആത്മീകമാണെങ്കിലും അശരീകമാണെങ്കിലും ഭൗതികമാണെങ്കിലും എന്തുമാകട്ടെ, നാം തുടങ്ങുന്ന ഒരു സംരംഭം, നാം തുടങ്ങുന്ന ഒരു പദ്ധതി വിജയിക്കാൻ ദൈവത്തിൻ്റെ സഹായം നമുക്ക് വേണം. ദൈവസഹായത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ 121-ാം സങ്കീർത്തനത്തിൽ 3-4 വാക്യം വായിക്കുമ്പോൾ ഈ സഹായത്തിൻ്റെ പ്രത്യേകത, ഇത് തളരാത്ത സഹായമാണ്. തളരാത്ത സഹായമാണ്. നമ്മെ ഇവിടെ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ ചില വേളകളിൽ എന്തു ചെയ്യും? തളർന്നു പോകും. ഗദസമനയിൽ യേശു കർത്താവ് ശിഷ്യഗണത്തോട് പറഞ്ഞു, ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിലേക്ക് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെന്ന് കയറുകയാണ്. തോട്ടത്തിൻ്റെ വാതിക്കൽ ഭൂരിഭാഗം ശിഷ്യന്മാരെ ഇരുത്തി ഒരു കല്ലേറ് ദൂരം മുൻപോട്ട് പോയി മുട്ടുകുത്തി വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാവർത്തി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ചുമതലപ്പെടുത്തിയവർ എങ്ങനെ ഇരിക്കുന്നുവെന്നറിയാൻ വന്നു നോക്കിയപ്പോൾ അവരെല്ലാം നല്ല ഉറക്കത്തിലാണ്. കണ്ടോ, പ്രാർത്ഥനാ സഹായം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ ഇപ്പം അത് മറന്നുറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കേണ്ട പലരും ചില ഘട്ടങ്ങളിൽ മയങ്ങും. അപ്പോൾ നമ്മൾ ഓർക്കണം, മനുഷ്യൻ്റെ സഹായങ്ങളൊക്കെ തളരുന്ന സഹായങ്ങളാണ്. പക്ഷെ തളരാത്ത ഒരു സഹായം നമുക്ക് തരാൻ ഒരു കർത്താവുണ്ട്. അത് യോഹന്നാൻ 18 പറയുന്നുണ്ട്. നിങ്ങൾ ആരെ തിരയുന്നു? യേശുവിനെയാണെങ്കിൽ അത് ഞാനാ, ഇവർ വെറുതെ പോകട്ടെ. അപ്പോൾ പ്രതിസന്ധിയുടെ വല്ലാത്ത മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴും തൻ്റെ ശിഷ്യഗണത്തെ അറസ്റ്റ് ചെയ്യാൻ, അവരെ കൈകാര്യം ചെയ്യാൻ വന്ന പടയാളികളുടെ മുമ്പിൽ കയറി നിന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾ തിരയുന്നത് യേശുവിനെയാണെങ്കിൽ അതു ഞാനാ, അവർ പോകട്ടെ. കണ്ടോ, അപ്പം ദൈവം നമുക്ക് തരുന്ന സഹായം തളരാത്ത സഹായമാണ്.
രണ്ടാമത് ദൈവത്തിന്റെ സഹായത്തിന്റെ പ്രത്യേകത അത് 121 5 വാക്യത്തിൽ കിടപ്പുണ്ട്. ഇതെപ്പോഴും ലഭിക്കുന്ന സഹായമാണ്. രാവിലെ ആണെങ്കിലും പകലിലാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ സഹായം എന്ത് ചെയ്യും? ലഭിക്കും. ഹോസ്പിറ്റലിലെ സേവനം ചിലയിടത്ത് 24 മണിക്കൂറുണ്ട്. പെട്രോൾ പമ്പിലെ സേവനം ചിലയിടത്ത് 24 മണിക്കൂറുണ്ട്, ചിലയിടത്ത് പകൽ മാത്രമേ ഉള്ളൂ. ഇതുപോലല്ല ദൈവത്തിന്റെ സഹായം. പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും എപ്പോഴും ഈ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇതിനെയൊന്നും നമുക്ക് പേടിക്കാനില്ലാത്തത് എന്തുകൊണ്ടാ? ഞാനിത് എത്ര കണ്ടതാ, അതുകൊണ്ടാണോ? അല്ല. ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മെ സഹായിക്കാൻ എപ്പോഴും ലഭിക്കുന്ന ഒരു സഹായം നമുക്കുണ്ട്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നട്ടുച്ചയ്ക്കാണെങ്കിലും നമ്മുടെ പ്രതിസന്ധി എവിടെയാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ സഹായം കിട്ടും. അപ്പോ ദൈവത്തിന്റെ സഹായം തളരാത്ത സഹായമാണ്. ദൈവത്തിന്റെ സഹായം എപ്പോഴും ലഭിക്കുന്ന സഹായമാണ്. 8 വാക്യത്തിൽ ഇതെല്ലാ വഴികളിലും ലഭിക്കുന്ന സഹായമാണ്. ദൈവത്തിന്റെ സഹായം നമുക്ക് എല്ലാ വഴികളിലും എന്ത് ചെയ്യും? ലഭിക്കും. 8 വാക്യത്തിൽ ഇത് അന്തമില്ലാത്ത സഹായമാണ്. ദൈവം നമ്മെ സഹായിച്ചാൽ ആ സഹായത്തിന് എന്തില്ല? അന്തമില്ല. ജോലിയുള്ളവർ നമ്മളെ സ്പോൺസർ ചെയ്യും എന്നുവരെ ജോലിയുള്ളിടത്തോളം കാലം. ജോലി പോയി കഴിഞ്ഞാലോ പിന്നെ അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ, നമ്മളെ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റിയെന്നിരിക്കത്തില്ല. ഇവിടുത്തെ സ്പോൺസർഷിപ്പ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നവരുടെ ജീവനുള്ളിടത്തോളവും അവർക്ക് സാധ്യതയുള്ളിടത്തോളവും ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സഹായം നമുക്കൊരു നിശ്ചിത സമയത്തല്ല, അന്തമില്ലാത്ത ഒരു സഹായമാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പകൽ നമ്മുടെ അകത്ത് ആഴത്തിൽ കുറിക്കാം, നമുക്കൊരു സഹായകനുണ്ട്. 1-2 വാക്യങ്ങൾ നമ്മോട് പറയുന്നു, നമുക്കൊരു സഹായകനുണ്ട്. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഈ സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് ഹെൽപ്പറാണ്, അവൻ നമുക്ക് കീപ്പറാണ്, അവൻ നമുക്ക് ഷെൽട്ടറാണ്, അവൻ നമുക്ക് പ്രിസർവറാണ്. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? നമ്മൾ എത്രയോ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ദൈവകരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. മനുഷ്യന്റെ സഹായങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നമുക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ അന്തമില്ലാതെ തളരാതെ എല്ലാ വഴികളിലും എപ്പോഴും ലഭിക്കുന്ന ദൈവ സഹായത്തിനായി കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നി